ഹായ് ഫ്രണ്ട്സ്, വാരങ്ങപ്പിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂട്ടയും കാർബോർഡും വെച്ചിട്ട് ഒരു ചെറിയ ചിലവിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂട്ടിയാണ്. നല്ല ഗ്ലാസ് ഷീറ്റാണ്. ഇതിന് 86 വില. ഈ മീറ്റർ അനുസരിച്ചാണ് കിട്ടുക. താർപ്പായി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. താർപ്പായാണ് അത്യാവശ്യം നല്ലത്. ഇത് കുറച്ച് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ മീറ്റർ അനുസരിച്ച് കിട്ടും. അപ്പോൾ കിലോന് കണക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ 300 ഗ്രാമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്. ക്ലോത്ത്സ് നമുക്ക് ഇതിൽ അത് വന്ന ഗ്ലാസ് ഷീറ്റ് മുറിയുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്ലോത്ത്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലോത്ത്സ് അങ്ങ് പിരിക്കുക. അപ്പോൾ ഈ കൂട്ടൻ്റെ ഇവിടെ ഒരു ഷീറ്റ് മുറിയുന്ന പോലത്തെ കഷ്ണങ്ങളുണ്ട്. അത് മുറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോത്ത്സ് അല്ലെങ്കിൽ കാർബോർഡിൻ്റെ പീസ് അതെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തുണി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഷീറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് നമുക്ക് പിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതാക്കി അഥവാ അതിന് തോട്ടായിട്ട് ലീക്കായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അടിയിലത്തെ ഷീറ്റുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഒരു ഇത് മതി, ലെയർ മതി. ബ്ലൂ തർപ്പായെങ്കിൽ ഷീറ്റെങ്കിൽ നമുക്ക് ഒരു ലെയറായിട്ടുണ്ട്. ഇത് ഈ ഗ്ലാസ് ഷീറ്റ് അത് ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ലെയറായിട്ട് ആക്കുന്നത്. ഓക്കെ, 4ാമത്തെ ലെയറാണ് നമ്മൾ ആദ്യം വെക്കുന്നത്. അപ്പോൾ ഇതിൽ സൈഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ 2 ലെയറിൽ സെറ്റാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഷീറ്റിന് 2 ലെയർ ആയിട്ടില്ല. അപ്പോൾ നേരത്തെ നമ്മൾ ഇതിൽ 2 ലെയർ ആക്കാൻ നോക്കിയാൽ അതിന് ബാക്കി നമ്മളാണ്, പക്ഷേ ആയിട്ടില്ല. അപ്പോൾ അതിൽ ഇതിലേക്ക് ആക്കുന്നു. അപ്പോൾ ഇത് കാർബോർഡിന് ഇത് വെള്ളം ഒഴിച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ 4 സൈഡും കല്ല് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ സൈഡും ഈ 4 സൈഡും നമ്മൾ കല്ല് വെക്കും. അപ്പോൾ ഇനി നമ്മൾ ഇത് ചുറ്റും മുറിച്ചിതാ കുറച്ചധികം ഉണ്ടായാലും മുറിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, പ്ലാസ്റ്റർ ഒട്ടിച്ച് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നനയുന്നതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, പുറത്താകാൻ നമ്മളിങ്ങനെ ചുളിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെറ്റാക്കാൻ പ്ലാസ്റ്റർ സെറ്റാക്കാൻ. അപ്പോൾ
ഇതിന് നമുക്ക് ചിലവായത് ഷീറ്റ് മാത്രമാണ്. ഷീറ്റിന് ചിലവായത് 60 രൂപ 70 രൂപ ആയിട്ടുള്ളൂ. പ്ലാസ്റ്ററിൽ ഇത്രയും